ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ ബാക്കി വന്ന ചോറും അരിപ്പൊടിയും ശർക്കരയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ അപ്പച്ചട്ടിയിൽ റെഡിയാക്കി എടുക്കുന്ന നല്ല അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ പലഹാരം അതുപോലെ തന്നെ സ്നാക്സൊക്കെ റെഡിയാക്കുമ്പോൾ ഒരുപാട് ഓയിലും അതേപോലെ തന്നെ നെയ്യും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെയൊന്നും ആവശ്യമില്ല. ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ നിറച്ച് അത്രയും മാത്രം മതിയാവും ഈ പലഹാരം മൊത്തത്തിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ സമയമാണെന്നുണ്ടെങ്കിലും ഒരുപാടൊന്നും വേണ്ട, ഒരു 10-15 മിനിറ്റ് അത്ര മാത്രം മതിയാവും. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ചുട്ടെടുക്കാൻ വേണ്ടി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായിട്ടും ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് തേങ്ങാക്കൊത്ത് പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തതാണ്, അതും കൂടി ചേർത്ത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോവാതെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. കണ്ടോ, കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരുപാട് കരിഞ്ഞൊന്നും പോകാതെ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കുഞ്ഞുള്ളിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു 10 കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരുപാട് കനമൊന്നുമില്ലാതെ തീരെ കനം കുറച്ച് കട്ട് ചെയ്തതാണ്. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് ഒരു 2-3 മിനിറ്റുള്ള അതും കൂടി ഇതേപോലെ അങ്ങ് മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ ഇതേപോലെ അങ്ങ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതും കൂടി അങ്ങ് മാറ്റി കൊടുക്കാം. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത തേങ്ങാക്കൊത്തും അതേപോലെ തന്നെ കുഞ്ഞുള്ളിയൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി മറ്റൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ചോറ്, നമ്മുടെ ബാക്കി വന്ന ചോറും അതേപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. 1/2 കപ്പ് ചോറും 1 കപ്പ് അരിപ്പൊടി. അതേപോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ട് ഒരേ 1 കപ്പ് വെള്ളം. നമ്മൾ എത്രത്തോളമാണ് അരിപ്പൊടി എടുത്തത് അത്രയും തന്നെ വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശരിക്കും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതേപോലെ സ്പൂൺ വെച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഏറ്റവും അടിപ്പോയി കിടക്കാതെ നന്നായിട്ട് തന്നെ കിട്ടും. കണ്ടതാ, ഒട്ടും തന്നെ തെരുതെരിപ്പൊന്നുമില്ല, അത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് വെച്ച മിക്സ് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ബൗൾ എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗൾ എടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. കണ്ടോ, ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ലാതെ പാകത്തിനുള്ള അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ 1 കപ്പ് എടുക്കുക, അരിപ്പൊടി എത്രത്തോളമാണ് എടുത്ത് അത്രയും തന്നെ വെള്ളം എടുക്കുക, 1/2 കപ്പ് ചോറും എടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഒരു 1.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ഞാൻ ചേർക്കുന്നത്. നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ശർക്കര ചേർക്കുമ്പോൾ പെട്ടെന്നങ്ങ് എന്താ പറയുക, പാനിയായിട്ട് വരാനായിട്ട് എളുപ്പമുണ്ടാകും. ഒരുപാട് സമയമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും. മറിച്ച് നമ്മൾ സ്ക്വയർ ആയിട്ടുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരുപാട് സമയമൊക്കെ വേണ്ടി വരും അതൊന്ന് അലന്ന് വരാനായിട്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി അടുപ്പത്ത് വെച്ച് ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഒരു 1-2 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് അങ്ങ് തിളച്ച് വന്നോളും. ഒരുപാട് തിളച്ച് അങ്ങ് കുറുകി ഒറ്റനൂൽ പരുവൊന്നും ആവേണ്ട. നന്നായിട്ട് തിളച്ച ശർക്കരയൊക്കെ ആണെങ്കിലും നന്നായിട്ടൊന്ന് അലന്ന് വന്നാൽ മാത്രം മതിയാവും. അതിനുശേഷം ഈ തിളച്ച ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരിപ്പൊടിയുടെ മിക്സിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ കല്ലോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിപ്പയിലൂടെ അരിച്ച് വേണം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. തണുത്തൊന്നും പോകാൻ നിൽക്കരുത്, അതേ ചൂടോടുകൂടി തന്നെ വേണം ഈ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിക്കാനായിട്ട്. കണ്ടോ, നല്ല തിളച്ച ചൂടോടുകൂടി തന്നെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കൂടി ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു അളവെന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. സാധാരണ ഒരുപാട് കട്ടിയൊന്നുമില്ലാതെ ഒരു പാകത്തിന് നല്ല ലൂസും അല്ലാതെ കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അളവ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതിൻ്റെ നേർപകുതി അങ്ങ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പകുതി മാത്രം ഇപ്പോൾ ചേർത്താൽ മതി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചുട്ടെടുക്കാൻ നേരത്ത് ബാക്കിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. വെളുത്ത എള്ള് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു നുള്ളു ഉപ്പും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് പൊങ്ങിയിട്ട് ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ.
ഇനിയിപ്പോൾ കയ്യിൽ ഏലക്കപ്പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അരയ്ക്കാൻ നേരത്തെ 2 ഏലക്ക നമ്മുടെ ആ ചോറിൻ്റെയും അരിപ്പൊടിയുടെയും ഒക്കെ ഒപ്പം ചേർത്ത് അരച്ചെടുത്താലും മതിയാവും. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന തേങ്ങാക്കൊത്തും കുഞ്ഞുള്ളിയൊക്കെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കടിക്കാൻ നേരത്തൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഒട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് വെക്കേണ്ട. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തല്ലേ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഇതേപോലെ കുഴിയുള്ളൊരു അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. ഏത് പാൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം ചട്ടി ഉണ്ടല്ലോ, അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സും കൂടി ഓരോ തവി വീതം വെച്ച് ഒഴിച്ചു കൊടുക്കുവാണ്. കണ്ടത് ഇതേപോലെ കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങക്കൊത്തും അതേപോലെ തന്നെ കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് പതുക്കെ ഒന്ന് വിതറിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ കുഞ്ഞിതായിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. മാത്രമല്ല ഒരുപാട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ പലഹാരം. ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ണിയപ്പം ചട്ടിയിൽ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിലും ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിന് ഒഴിക്കുന്ന അത്രയൊന്നും ഒഴിക്കേണ്ട, അതിൻ്റെ നേർപ്പകുതി മാത്രം ഒഴിച്ച് ഇതേപോലെ അങ്ങ് റെഡിയാക്കി എടുത്താലും മതിയാവും. ഒരു വശമൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 വശം അങ്ങ് റെഡിയായി കഴിയുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുവാണ്. കണ്ടോ, പൊട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ 2 വശമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും നല്ല ചൂടോടുകൂടി എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതേപോലെ ഉണ്ണിയപ്പ ചട്ടിയിലാണ് നിങ്ങൾ റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഒരുപാട് ഓയിലൊന്നും വേണ്ട. അതായത് സാധാരണ നമ്മൾ ഉണ്ണിയപ്പത്തിന് നിറച്ച് എണ്ണ ഒഴിച്ചിട്ടല്ലേ റെഡിയാക്കുന്നത്, അത്രയൊന്നും വേണ്ട. അതിൻ്റെ നേർപ്പകുതി മാത്രം മതിയാവും. അപ്പോൾ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നോക്കി നിന്ന് 2 വശം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതാണ്. എല്ലാവരും ഏറ്റവും ഹെൽത്തി ആയിട്ട് നല്ല ഈസി ആയിട്ടുള്ള ഈ സ്നാക്സ് റെഡിയാക്കി നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. ഇതേപോലെ കുഞ്ഞിതാവുമ്പോൾ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല എളുപ്പമുണ്ടാവും. അതേപോലെ തന്നെ കാണാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയില്ലേ. കണ്ടോ, ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.